ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് പാക്കറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ഒരു നാരങ്ങ അച്ചാർ തയ്യാറാക്കി നോക്കാം. ഹോട്ടലുകളിലും നമ്മൾ കഴിക്കാൻ പോകും ബിരിയാണിയുടെ കൂടെയൊക്കെ വിളമ്പുന്ന ആ ചെറിയ മധുരമൊക്കെയുള്ള നാരങ്ങ അച്ചാറാണ് ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇതിനായി അത്യാവശ്യം വലിപ്പമുള്ള പഴുത്ത ചെറുനാരങ്ങ വൃത്തിയായിട്ട് കഴുകി ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് മതിയാകും വേവിച്ചെടുക്കാൻ. ഇനി ഇത് നന്നായിട്ട് തണുത്തിട്ട് ഒന്ന് തുടച്ചെടുക്കാം. ഒട്ടും വെള്ളമയമില്ലാതെ തുടച്ചെടുക്കാം. ശേഷം ഇതിൻ്റെ 2 സൈഡിലും തൊലി ചെറുതായിട്ടൊന്ന് ചെത്തിക്കളഞ്ഞിട്ട് അതിൻ്റെ കുരു കൂടെ കളയണം. കുരു കൂടി കളഞ്ഞിട്ട് എത്ര പീസായിട്ടാണ് വേണ്ടുന്നതെന്ന് വെച്ചാൽ അത്രയും പീസസായിട്ട് കട്ട് ചെയ്യാം. ഞാനിവിടെ 4ആയിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. ഇതിലും ചെറുതായിട്ട് കട്ട് ചെയ്താലും നല്ലതായിരിക്കും. കുരു എടുത്ത് കളയുമ്പോൾ അതിൻ്റെ സൈഡിലുള്ള വെള്ള പോലെ ഇരിക്കുന്ന പാട പോലുള്ള സാധനം വേണമെങ്കിൽ എടുത്ത് മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ മാറ്റിയിട്ടില്ല. കുരു കളയുന്നത് ഒട്ടും കയ്പില്ലാതെ അച്ചാർ കിട്ടാൻ വേണ്ടിയാണ്. ഞാനിപ്പോൾ നാരങ്ങയുടെ കുരു എല്ലാം കളഞ്ഞ് സെപ്പറേറ്റ് ആക്കി നാരങ്ങ നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല നീരുള്ള നാരങ്ങയാണിത്. അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിനകത്ത് നീരിറങ്ങും, നാരങ്ങയിലെ വെള്ളം വന്നോളും. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അത് റെക്കോർഡായിട്ടില്ല. പഞ്ചസാര ചേർക്കുന്നത് കൊണ്ട് നാരങ്ങയുടെ കയ്പും മാറി ചെറിയൊരു മധുരം വരും. കുറച്ച് കൂടുതൽ പഞ്ചസാര തന്നെ ഞാൻ ചേർത്തിട്ടുണ്ട്. ശേഷം നല്ലതായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ രാത്രിയിൽ അരിഞ്ഞു വെച്ചിട്ട് പിറ്റേന്ന് ഉച്ചയാകുമ്പോഴേക്കാണ് തുറന്നത്. കണ്ടില്ലേ, അപ്പം വെള്ളം മൊത്തം ഇറങ്ങിയിട്ടുണ്ട് നാരങ്ങയുടെ. ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ നാരങ്ങ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അല്ല, നല്ലതായിട്ട് വെള്ളമുണ്ട് കണ്ടോ. ഇനി ആവശ്യത്തിന് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് നീളത്തിലൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് വെക്കാം. ശേഷം നല്ലൊരു ചീനിച്ചട്ടി ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. എണ്ണ നല്ലെണ്ണ ആയിരിക്കും നല്ലത്. എൻ്റെ നല്ലെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നന്നായിട്ട് ചൂടാകുമ്പം അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് നമ്മുടെ ഉലുവ ഇടാം. ഉലുവ ഞാൻ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ, കാരണം ഒത്തിരി ദിവസം ഇരിക്കേണ്ടതാണ്. ഇവിടെ ഫ്രിഡ്ജൊന്നുമില്ല. അപ്പോൾ ഒത്തിരി ദിവസം ഇരിക്കേണ്ടതുകൊണ്ട് ഞാൻ ഉലുവ കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടുക. നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇളക്കി വഴറ്റി കൊടുക്കണം, കരിയാതെ. കടുകും ഉലുവയും പൊട്ടിക്കുന്ന സമയത്ത് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ കറിവേപ്പില ഇല്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. കറിവേപ്പിലയുടെ ആ ഫ്ലേവറും മണമൊക്കെ കിട്ടാൻ അച്ചാർ നല്ലതായിരിക്കും. ഇത് ഞാൻ വഴണ്ട് വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഒരു കായം ചേർക്കുന്നുണ്ട്. കായപ്പൊടി ഇല്ലാത്തതുകൊണ്ട് അല്ലാതെ കായമാണ് ചേർക്കുന്നത്. കായപ്പൊടിയാണ് നിങ്ങൾക്ക് ചേർക്കാൻ പറ്റുന്നതെങ്കിൽ അത് മറ്റുള്ള പൊടിയൊക്കെ ചേർക്കുമ്പോൾ ചേർത്താൽ മതിയായി. ഇതിപ്പം എൻ്റെ കയ്യിൽ കട്ടക്കായ ആയതുകൊണ്ട് ഞാൻ ഇപ്പോഴേ ചേർത്തത്. എന്നിട്ടും ചെറുതായിട്ടൊന്ന് അലിഞ്ഞാൽ മണമൊന്ന് ഇറങ്ങും, അതുകൊണ്ടാണ്. അതിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഞാനിപ്പം ഈ ഫ്ലെയിം അങ്ങ് ഓഫാക്കിയിട്ടുണ്ട്. ഒട്ടും ഫ്ലെയിം ഓണാക്കാൻ ചെയ്തെന്നാണ് നല്ലത്, അല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. മുളക് പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറണം, അതുവരെ മിക്സാക്കി കൊടുക്കാം. ഫ്ലെയിം ഓണാക്കേണ്ട ആവശ്യമില്ല. ഫ്ലെയിം ഓഫാക്കി തന്നെ കിടന്നോട്ടെ. ആ എണ്ണയുടെ ചൂടിൽ അതിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ അങ്ങ് മാറിക്കോളും. എനിക്ക് മുളക് പൊടി പോരാന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ചേർക്കുന്നുണ്ട്. പിന്നെ എന്നിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നോർമൽ മുളക് പൊടിയാണ്, നമ്മുടെ വീട്ടിലൊക്കെ പൊടിപ്പിക്കുന്ന മുളക് പൊടിയാണ്, അല്ലാതെ കാശ്മീരി മുളക് പൊടിയൊന്നും അല്ല. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കാം. നമ്മുടെ ആവശ്യത്തിന് വിനാഗിരി ഒഴിക്കാം. വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം.
വിനാഗിരിയിൽ ഈ മസാലകൾ നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കരിയരുത്, അടി പിടിക്കുകയും ചെയ്യരുത്. നന്നായിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നാരങ്ങ അച്ചാർ ഒരു 5 ദിവസം തൊട്ട് 7 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടി തോന്നുന്നത്. നന്നായിട്ട് തിളച്ച ശേഷം നമുക്ക് ഫ്ലെയിം പിന്നെ ഓഫാക്കി കൊടുക്കാം. ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന നാരങ്ങ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നാരങ്ങ അതിൻ്റെ വെള്ളമെല്ലാം ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കണം. ഫ്ലെയിം ഓഫാക്കിക്കൊണ്ട് തന്നെയാണ് ചെയ്യേണ്ടത്. ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പം കുറച്ച് ഉപ്പ് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി നാരങ്ങ അച്ചാറാണ്. നമ്മൾ ഈ നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയാൽ പിന്നെ നമ്മൾ കടയിൽ നിന്ന് ടിന്നിലൊന്നും വാങ്ങിക്കാൻ പോകത്തില്ല. അത്രയ്ക്ക് ടേസ്റ്റുള്ള നാരങ്ങ അച്ചാറാണ്. വീട്ടിലുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ കയ്പ്പൊക്കെ ഉണ്ടാകാറുണ്ട്. ഇതിന് കയ്പ്പും ഇല്ല, ചെറിയൊരു മധുരമാണ്. അപ്പോൾ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കണ്ടില്ലേ, അടിപൊളി അച്ചാറാണ്. ഇനി നന്നായിട്ട് തണുത്തിട്ട് മറ്റൊരു ടിന്നിലേക്ക് മാറ്റാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.